എന്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് ലാലേട്ടൻ പറഞ്ഞത് ഫാൻസ് മീറ്റില്. ആ പിള്ളേർക്കപ്പുറം പ്രേക്ഷകരുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ സിനിമയെന്ന് നമുക്ക് പറയാൻ കഴിയും. അതൊരു 25 വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു നിങ്ങളുടെ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും കൂടെ ഒരു ഗ്യാതറിങ്ങാണ്. സിനിമയായിട്ട് കണക്റ്റഡ് അല്ല, ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ്. 25 വർഷം എന്ന് പറയുന്നത് വലിയൊരു, പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. നമ്മൾ അവകാശവാദം ഒന്നും പറയുന്നില്ല. അതൊരു ഉമ്മാങ്കിൽ അവരുമായിട്ട് സംസാരിച്ചാണ്. നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല, എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം, എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയമോഹൻ കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയണ്ടേ. ഇപ്പം ആ വിജയമോഹൻ ആദ്യത്തെ കേസ് വലിയൊരു വിജയമായിരിക്കുകയാണ്, നേരിട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കേസിൽ അയാൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഞാനല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയൊരു അത്തരത്തിലൊരു കഥ ഉണ്ടാകണം, ഒരു നല്ല കേസ് ഉണ്ടാകണം. അങ്ങനെ അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമ ചെയ്യുന്നത്. ദൃശ്യം പോലും ഒരു പാർട്ട് 2 ഉണ്ടാകുന്നതാണ്. അപ്പം അത് അതിപ്പോൾ പറയാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻ. ഇത് സംഭവിച്ചാണല്ലോ, ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ. അടുത്ത് വരുന്നിട്ട് വരാൻ സാധിക്കട്ടെ. എല്ലാവരുടെ നേരത്തെ ജഗദീഷേട്ടൻ പറഞ്ഞല്ലോ, ഒരു സൂപ്പർ സ്റ്റാർ വന്ന് നിസ്സായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത് പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ നേരത്ത് എന്താണെന്നൊരു എന്തായിരിക്കുമെന്നൊരു ആശങ്ക ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കണ്ടത്. ഇനി റിപ്പീറ്റ് ബാച്ചുകളായിട്ട് കാണാൻ നേരത്ത് പോലും ലാലേട്ടൻ അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്ന ഇല്ലെങ്കിൽ മാരസം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആ ജഡ്ജ്മെന്റ് ചെയ്തത്? സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഒരു ആക്ടർ ആ ശങ്ക ഉണ്ടായിരുന്നില്ല. അതാണ് ആ ശങ്ക. അങ്ങനെയല്ല, ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു എന്താ പറയണ്ട, ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറും. അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അത് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാട് ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗിലാണല്ലോ ആ സിനിമ കിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പം അതിൽ അവകാശവാദമൊന്നുമില്ല. എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ഒരു ആക്ടറെ എലിവേറ്റ് ചെയ്യുന്നത്. നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത്, അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. ഇതൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നിർമ്മിക്കുകയാണ്. താങ്ക് യു. നേര് സിനിമ യഥാർത്ഥത്തിൽ ലാലേട്ടനിലെ നടനെ എക്സ്പ്ലോർ ചെയ്തൊരു ചിത്രമാണ്. ഇപ്പൊ മലൈക്കോട്ടെ വാലിബം വരാൻ നേരത്ത് ലാലേട്ടന്റെ നടനെയും താരത്തെയും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും. അത് കണ്ടിട്ട് മോഹൻ പറയാം, എനിക്കറിയൂടാ. കാര്യം അതൊരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോണറിലൊരു ഫിലിമാണ്. അങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഒരു എന്താണ് ഒരു ഫോക്ക് ലോറോ, ഒരു എന്താ പറയണ്ട, ഒരു സ്ഥലകാല ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥ പോലെയാണ്. അതൊരു 100% ഇല്ല, മേക്ക് ബിലീഫാണ്. അതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് ഒരു ദൃശ്യഭംഗിയും അതിനൊരു കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ അകത്തുള്ള ഒരു ഫിലോസഫി സ്പിരിച്വാലിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ഞാൻ എങ്ങനെ ചെയ്തു, അത് കൊള്ളാമോ ഇല്ലയോ എന്ന് കണ്ടിട്ടൊന്ന് പറ. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ പറയാൻ ഉഗ്രൻ എന്താണ് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു, അത് ഇനിയും സംഭവിക്കേണ്ടതാണ്. മോശം സിനിമ ആകാൻ സാധ്യതയില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു. അന്യഭാഷയെന്ന് ഇപ്പോഴേ വിളി വന്നു തുടങ്ങിയോ റൈറ്റ്സിന് വേണ്ടി? എന്തായാലും ഞാൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് ചെന്നു. അപ്പം എന്നോട് ചെന്നപ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി താല്പര്യമുള്ളവർ പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാനല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയുമ്പോൾ സിദ്ദീഖ പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മേൽക്കോടതി ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിനോടുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത്. സെക്കൻഡ് പാർട്ട്
എന്നെ വിചാരിക്കാം. എന്തായാലും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ വിജയ് മോഹൻ വരുമോ ആര് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഓക്കെ, ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ മലയാള സിനിമയ്ക്ക് ഒരു മാസം മുമ്പോ 2 മാസം മുമ്പോ ഡേറ്റ് തീരുമാനിച്ചിട്ട് കഴിഞ്ഞ് ഒരുപാട് ബിഗ്ഗീസ് തമിഴായാലും തെലുങ്കായാലും ഒക്കെ പാൻ ഇന്ത്യ സിനിമകൾ വരുമ്പോൾ ഡേറ്റ് മാറ്റാറാണ് പതിവ് ഇപ്പോഴത്തെ എല്ലാ പ്രൊഡക്റ്റും. എന്തായിരുന്നു നേരിപ്പോൾ 2 പാൻ ഇന്ത്യൻ പടങ്ങൾ, ഷാറുഖ് ഖാൻ്റെ പടവും പ്രഭാസിൻ്റെ പടത്തിൻ്റെ ഒപ്പമാണ് വരുന്നത്, എന്തായിരുന്നു ആ ഒരു കോൺഫിഡൻസ്? അല്ല, മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ 100% മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുടെ മനസ്സിൽ. അപ്പോൾ നമുക്ക് മറ്റു ചിത്രങ്ങളൊന്നും നമ്മൾ റിലീസിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിന് പോയിട്ടില്ല. അതൊരു ഓപ്പോസിഷൻ സിനിമയുടെ കാര്യം അങ്ങനെ കണ്ടിട്ടില്ല. കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും, അത് ആ ഒരു സൈഡിൽ അതിനൊരു തലത്തിൽ അത് വരും. പക്ഷെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു സിനിമകളുമായിട്ട് അതിന് കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രചോദനം തരുന്നതും തീരുമാനിക്കാൻ സാധിക്കുന്നത്.